Hey friends, it's JBM and welcome back to my channel. Friends, ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്കിപ്പോൾ തമ്മിൽ ഇൻട്രോ എല്ലാം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഏതാണ് ഫോണെന്ന്. അതായത് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ടെക്നോ സ്പാർക്ക് 5. ഈ ഒരു സ്മാർട്ട് ഫോൺ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർഷത്തെ പുതിയൊരു മോഡൽ ഫോണാണ്. അതും ഏകദേശം മെയ് മാസമായപ്പോഴാണ് ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് എല്ലാ കാര്യങ്ങളും. പിന്നെ ഇതിൻ്റെ സെയിലെല്ലാം ജൂൺ മാസത്തിലായിരുന്നു. പെട്ടെന്ന് തന്നെ എല്ലാം വിറ്റ് പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇപ്പോൾ അത് ആമസോണിൽ അവൈലബിൾ അല്ല, കാരണം ഇത് നല്ലൊരു ഓഫർ പ്രൈസിലാണ് വന്നത്. സോ നമുക്ക് ഇതിൻ്റെ കവറെല്ലാം പൊളിച്ച് നമുക്ക് ഫോൺ എടുക്കാം. ഇത് നല്ലൊരു കവർ പാക്കേജിങ്ങിലാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിൻ്റെ ടെക്നോ സ്മാർട്ട് ഫോണിൻ്റെ ബ്രാൻഡിങ്ങും എല്ലാ കാര്യങ്ങളും സ്പാർക്ക് 5 എന്നൊരു എഴുത്തും, പിന്നെ താഴെയായിട്ട് ഒരു 5000 mAh ബാറ്ററി എന്നവർ എഴുതിയിട്ടുണ്ട്. കാരണം ഇത് നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും പ്ലസ് ബാറ്ററി ബാക്കപ്പും നല്ലൊരു കാര്യമുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ടൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് 1 ടൈം സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഷുവറായിട്ട് നമുക്ക് കിട്ടുന്നൊരു ഓഫറാണ്. പിന്നെ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ, അതായത് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളാണ്. അതായത് 6.6 ഡോട്ട് ഇൻ ഡിസ്പ്ലേ ആണ്. ഇത് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ AI സെൽഫി, പിന്നെ ഡുവൽ ഫ്ലാഷ്, ഇതെല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട് ക്യാമറയിലായിട്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി എല്ലാ കാര്യങ്ങളും ഉണ്ട്. പ്ലസ് ഇതിൻ്റെ ബാക്ക് ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ആണ്. അതായത് ഇതിൻ്റെ കണക്ടിവിറ്റി, സെൻസേഴ്സ്, ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി, അങ്ങനെ എല്ലാ കാര്യങ്ങളും. താഴെയായിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസിങ് ആണ്. ഇത് വെറും 9500 ആണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ്. പക്ഷേ ആമസോണിൽ ഇതിന് വെറും 8000 റുപ്പീസിന് കിട്ടി. സോ നമുക്ക് ഇത് പൊളിച്ച് ഫോൺ എടുക്കാം. സോ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഫോണാണ് ആദ്യം വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഫോൺ മാറ്റി വയ്ക്കാം. നിങ്ങൾക്കിവിടെ ബാക്കിലായിട്ട് കാണാം, അതായത് ഈ ഫോണിൻ്റെ ബാക്കിലായിട്ട് കാണാം, അതായത് നല്ലൊരു സ്റ്റിക്കറിൽ അതിൻ്റെ മോഡൽ നമ്പർ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചെറിയ മോഡൽ നമ്പർ എല്ലാ കാര്യങ്ങളുണ്ട് ആ ഫോണിൻ്റെ. പിന്നെ ഇത് തുറന്ന് നോക്കുകയാണെങ്കിൽ 12+1 month വാറണ്ടി കാർഡ് കാണുന്നുണ്ട്. സാധാരണ മിക്ക പല ഫോണുകളിലും 1 വർഷത്തെ വാറണ്ടി അങ്ങനെയൊക്കെ ആയിരിക്കും, പക്ഷേ ഇത് +1 month തരുന്നുണ്ട് വാറണ്ടി ആയിട്ട്. പിന്നെ ഇവിടെ നമുക്ക് യൂസർ ഗൈഡാണ് കാണാൻ പറ്റുന്നത് ടെക്നോ സ്പാർക്ക് 5ൻ്റെ. പിന്നെ നമുക്കിതിൽ നോക്കാൻ പറ്റുകയാണെങ്കിൽ ഇതിൽ കവർ കേസ് കിട്ടുന്നുണ്ട്. നല്ലൊരു ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി ഉള്ള നല്ല മീഡിയം ലെവലായിട്ടുള്ളൊരു കവർ കേസാണ്. ട്രാൻസ്പെറൻറ്റ് TPU കേസ്, നല്ല ഫ്ലെക്സിബിലിറ്റി എല്ലാ കാര്യങ്ങളുണ്ട്. സൈഡിലായിട്ട് ടെക്നോ ബ്രാൻഡിങ്ങും പിന്നെ ഒരു പാറ്റേൺ ആയിട്ടാണ് കവർ കേസ് വരുന്നത്. കൂടെ നമുക്കൊരു OTG കേബിളും കിട്ടുന്നുണ്ട്. പിന്നെ ഒരു സിം ഇജക്ടർ ടൂൾ കിട്ടുന്നുണ്ട്, പിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊരു നോർമൽ ചാർജറാണ്, ഫാസ്റ്റ് ചാർജർ അല്ല. അത്യാവശ്യം വലുപ്പമുള്ള ഒരു നോർമൽ 5 volt ചാർജറാണിത്. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കർ ഒന്ന് പൊളിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ. പിന്നെ ബാക്കിലായിട്ടും നല്ലൊരു ഡിസൈനിലാണ് വരുന്നത്. ഇത് ഐസ് ജെഡായിട്ടാണ് ഇതിൻ്റെ കളർ. ശരിക്കും ഈ ഒരു ഫോണിൻ്റെ മോഡൽ ഐസ് ജെഡായിട്ട് കളർ വേർഷനാണ്. സോ നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. സോ ഓക്കെ, നമ്മൾ ബൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ കുറച്ച് സ്പീഡായിട്ട് നമ്മൾ ഇതിൻ്റെ ഫോൺ സെറ്റപ്പ് ചെയ്തെടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഫൈനലി ഫോൺ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് നല്ലൊരു ഇതായിട്ടാണ് വരുന്നത്, നല്ലൊരു തീമും. പിന്നെ സൈഡിലായിട്ടൊരു പ്രത്യേക ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. സൈഡിലായിട്ട് സ്ക്രീൻഷോട്ടും സ്ക്രീൻ റെക്കോർഡിങ്ങും പിന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റാവുന്ന കുറേ ആപ്പുകൾ പെട്ടെന്ന് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിൽ ഓരോ കാര്യങ്ങൾ അലൗ ചെയ്ത് കൊടുക്കണം. അതായത് ഓരോ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ റൺ ചെയ്യാൻ തുടങ്ങി, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് സമ്മതങ്ങളെല്ലാം ഒന്ന് അലൗ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് താഴേന്ന് ഇതാക്കി നോക്കുമ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ നല്ലൊരു ഡിസൈൻ, അതായത് നല്ലൊരു ഇതിലാണ് വരുന്നത്, നല്ലൊരു തീമാണിത്. പിന്നെ സൈഡിലായിട്ട് തന്നെ നമുക്കിവിടെ പെട്ടെന്നായിട്ട് ഓരോ ന്യൂസുകളും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ വോളിയം കീസും പിന്നെ പവർ ബട്ടണും നിങ്ങൾ നേരത്തെ കണ്ട ഒരു ഓറഞ്ച് കളറിലൂടെയാണ് വരുന്നത്. സെറ്റിങ്സിൽ നോക്കുകയാണെങ്കിൽ, അതായത് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. 2GB 32GB 8 MP ക്യാമറ, ഫ്രണ്ട് ക്യാമറ. പിന്നെ ഇത് ആൻഡ്രോയിഡ് വേർഷൻ 10 ആണ് വരുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ ശരിക്കും ഒന്ന് എടുത്ത് നോക്കാം. സോ ഇവിടെ ആൻഡ്രോയിഡ് വേർഷൻ 10 നമ്മൾ കുറച്ച് നേരം ക്ലിക്ക് ചെയ്താൽ ഇതുമാതിരി വരും. സോ നമുക്ക് ഇതിൽ നിന്നിപ്പോൾ കവർ കേസ് ഒന്ന് ഇട്ട് നോക്കാം. നല്ലൊരു ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ. പിന്നെ താഴെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്, അതായത് ചാർജിങ്ങും പിന്നെ ഓഡിയോ ജാക്കിന് ഇത് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേയിലായിട്ടാണ് വരുന്നത് ഈ ഒരു
ഫോൺ. പിന്നെ ബാക്ക് ലൈറ്റ് തന്നെ ഒരു സൺഷൈൻ ഷെയ്ഡ് വരുന്നുണ്ട്. റിയൽമി C3ൻ്റെ അതേപോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത് ബാക്കിൽ. പ്ലാസ്റ്റിക് ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും നല്ലൊരു ക്വാളിറ്റി തന്നെ ഇതിലുണ്ട്. പിന്നെ ബാക്ക് ലൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം 4 ക്യാമറാസ്, അതായത് 13 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സൽ പ്ലസ് 2 ഉണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടു, നല്ലൊരു ക്വാളിറ്റി വർക്കിംഗ് ആണ്. പിന്നെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം നോട്ടിഫിക്കേഷൻ ബാറിലായിട്ട്, അതായത് അല്ല ഓരോ സ്പെസിഫിക്കേഷൻസ് ആയിട്ടാണെങ്കിൽ ഡാർക്ക് തീം ഉണ്ട്, ഗെയിം മോഡ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഡാർക്ക് തീം ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഇതായിട്ടാണ്, നല്ലൊരു ഓപ്ഷനായിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ വാട്സപ്പ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ഒരു മോഡുണ്ട്. പിന്നെ സൈലൻറ്റ് സ്ക്രീൻ റെക്കോർഡിംഗ്, ബാറ്ററി സേവർ, ഐ കെയർ, ബൈക്ക് മോഡ്, അങ്ങനെ ഓരോ പ്രത്യേകതകൾ ഇതിലുണ്ട്. പിന്നെ വേറൊരു മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ സോഷ്യൽ ടെർബോ എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. ഇത് മെയിനായിട്ട് വാട്സപ്പിന് വേണ്ടിയിട്ടാണ്. അതായത് വാട്സപ്പ് യൂസേഴ്സിന് പറ്റിയ ഒരു നല്ലൊരു മോഡ് തന്നെയാണ് വാട്സപ്പ് മോഡ്, അല്ലെങ്കിൽ അഥവാ ഈ സോഷ്യൽ ടെർബോ എന്നത്. അതായത് ഇതിൽ നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് 24 മണിക്കൂർ കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റും, അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി ഒന്ന് കണ്ടു നോക്കാം. നല്ലൊരു വീഡിയോ ക്വാളിറ്റി തന്നെയാണ് ഈ ടെക്നോ സ്പാർക്ക് 5. നല്ല കളറിങ്ങും എല്ലാ കാര്യങ്ങളും, നല്ലൊരു വീഡിയോ ക്വാളിറ്റി ഇതിലുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയാണ്, എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ ക്യാമറ ക്വാളിറ്റി ഒന്ന് എടുത്തു നോക്കാം. ഇതിൽ ഓരോ മോഡുകളുണ്ട്, ബൊക്കെ മോഡ്, അങ്ങനെ ഓരോ പ്രത്യേകതയായിട്ടുള്ള ഓരോ മോഡുകളുണ്ട്. AR ഷോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ, അതായത് സ്റ്റിക്കർ, ഇപ്പോൾ എസ്പെഷ്യലി സെൽഫിയൊക്കെ എടുക്കുന്ന ടൈമിൽ ഓരോ സ്റ്റിക്കർ നമ്മുടെ മുഖത്തായിട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡാണത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി നോക്കുമ്പോൾ 1080p വരെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറ ഒന്ന് എടുത്ത് നോക്കാം. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ്, ഫോട്ടോസ് ആൻഡ് വീഡിയോസ് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ടെക്നോ സ്പാർക്ക് 5ലെ ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റി. നിങ്ങളിപ്പോൾ കാണുന്നത് ടെക്നോ സ്പാർക്ക് 5ലത്തെ ക്യാമറ ക്വാളിറ്റിയാണ്. ഇപ്പോൾ റൂമിൻ്റെ അകത്ത് എടുക്കുമ്പോൾ ചെറിയൊരു ലൈറ്റിങ് അങ്ങനെ ചെറിയ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത്. പക്ഷേ പുറത്തുനിന്ന് എടുക്കുമ്പോൾ നല്ല രീതിയിൽ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള നല്ല ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ബാക്ക് ക്യാമറയുടെ ക്വാളിറ്റി നേരത്തെ കണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുമാതിരി ഫ്രണ്ട് ക്യാമറയിൽ നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. 8 മെഗാ പിക്സലാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ക്വാളിറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൽ ഗെയിമിംഗ് ഒന്ന് നോക്കാം. നമ്മളിവിടെ ഫ്രീ ഫയർ ആണ് കളിക്കുന്നത്. നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ്, അത്ര ഹാങ് ഇല്ല, എന്നാലും മീഡിയം ആയിട്ട് കളിക്കും. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ഇറ്റ്സ് മീ JBM. See you again.